പൊന്നാനി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കേണ്ടത് ചുട്ടുപൊള്ളുന്ന സൂര്യന് കീഴിൽ. കൊടും വേനലിൽ അല്പം തണൽ എന്നത് പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ സ്വപ്നം മാത്രം. ചൂടിൽ നിന്ന് ആശ്വാസം ലഭിക്കണമെങ്കിൽ കടവരാന്തകളെ ആശ്രയിക്കേണ്ട അവസ്ഥ. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം പോലും ഇല്ലാതെ ഒരു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം. ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനമാകട്ടെ 2 വർഷം കഴിഞ്ഞിട്ടും പാതി പോലും പണിതിട്ടില്ല. താലൂക്ക് ആസ്ഥാനത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതിയാണിത്. പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റി ഇതുവരെ പൂർത്തീകരിച്ചത് ടോയ്ലറ്റ് ബ്ലോക്കിന്റെ പ്രാഥമിക കെട്ടിട നിർമ്മാണം മാത്രം. ടോയ്ലറ്റിന്റെ ഫിറ്റിംഗ്സ് പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. 99 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിൽ ആകെ പൂർത്തിയായത് 30 ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ മാത്രം. 2ാം ഘട്ടത്തിൽ കാത്തിരിപ്പ് കേന്ദ്രം, ലഘു ഭക്ഷണശാല എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കേണ്ടതുണ്ട്. ഒരേ സമയം 9 ബസ്സുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാവുന്ന തരത്തിലാണ് സ്റ്റാൻഡ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിലാണ് സ്റ്റാൻഡ്. യാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും ദുരിതം കണക്കിലെടുത്താണ് പുതിയ ബസ് സ്റ്റാൻഡിനായുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതേസമയം ബസ് സ്റ്റാൻഡിലെത്തുന്ന വാഹനങ്ങളുടെ പാർക്കിങ്ങും തോന്നിയ പടിയാണ്. റോഡരികിലായാണ് ബസ്സുകൾ നിർത്തിയിടുന്നത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.